ആനകളെ നോക്കുക. ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മളെ സ്വയം വിചാരിക്കുക. ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും. അപ്പൊ കണ്ടാൽ മതി സൈഡിൽ ഇങ്ങനെ പട്ടികൾ കുരയ്ക്കും. പക്ഷെ ആന ശ്രദ്ധിക്കില്ല. ആ പട്ടികൾ കുരച്ചൊക്കെ പാഞ്ഞു വരും. ആന ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. അടുത്ത പോസ്റ്റ് വരെ പട്ടി കുരയ്ക്കും. ഇത് കഴിഞ്ഞൊരു അടുത്ത പട്ടി തുറന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുരച്ചു വരും. നോറയുടെയും ദിയാകൃഷ്ണയുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്തായാലും ഫൈനലി നോറ വന്ന് നോറയുടെ ഭാഗത്തെ എക്സ്പ്ലനേഷൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നോറ ദിയാകൃഷ്ണയ്ക്ക് ഇട്ടും ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നോറ ആ ചെയ്തതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഇനിയിപ്പോൾ സിജോയും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര അങ്ങോട്ട് സൂഹിക്കത്തില്ല. കാര്യം അത്ര നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്കത് തോന്നിയില്ല. കാര്യം ബർത്ത്ഡേയുടെ അന്ന് ചെയ്യുന്ന കണക്കല്ല കല്യാണത്തിൻ്റെ ഈ ഒരു സമയത്തൊക്കെ പോയി ഇങ്ങനെ ചെയ്യുകയെന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് നോറയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പോയിട്ടാണ് ഞാനത് ചെയ്തത്. സോ എനിക്കിപ്പം സീറോ റിഗ്രറ്റ് ആണ്. ഓക്കെ, അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടാവും ഓക്കെ ഫുഡ് വേസ്റ്റ് ചെയ്ത് ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനമോ ചെന്നിട്ട് ഞാൻ കടലിലേക്ക് ഇതാക്കി അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്ത് ഇറ്റ് വാസ് കുറച്ച് കേക്ക്. ഓക്കെ, കുറച്ച് കേക്ക്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഏതൊരു ഫംഗ്ഷനിലും കേക്ക് കട്ടിങ് സമയത്ത് കഴിച്ചിട്ട് ഇങ്ങനെ തേക്കാറുണ്ട്. ഓക്കെ, അത് കുറെ പേര് തേക്കാതെ എല്ലാവരും തേക്കാളെ ഞാൻ ഒറ്റയ്ക്ക് തേച്ച അത്രയേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു വെരി സീരിയസ് ലെവൽ. അത്രയ്ക്ക് സീരിയസ് ലെവലിൽ കൊണ്ടുപോകാൻ മാത്രം ഇല്ല അത്. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം, യെസ് ദിയാകൃഷ്ണ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയണ്ടെന്നും ഞാൻ വിചാരിച്ചതാണ്. ബട്ട് എഗെയിൻ സ്റ്റോറിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ കാര്യം കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് വൈ. കേക്ക് തേച്ചെന്നും പറഞ്ഞ് ഭക്ഷണം നശിപ്പിച്ചു എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതിനകത്തോട്ടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ചെയ്ത ആക്ട് തെറ്റായിരുന്നു. കാര്യം അത്രയും ഡ്രസ്സായിട്ട് നമ്മൾ മേക്കപ്പിലൊക്കെ അത്ര അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പോയി എല്ലാവരുടെയും മുന്നിൽ, പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അങ്ങനെ പോയി ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ഭക്ഷണം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നതൊക്കെ വിഡ്ഢിത്തരമാണ്. ഇതൊക്കെ ദിയാകൃഷ്ണനായിരുന്നു പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. സി, നമുക്കൊരാളെ പേഴ്സണൽ ലൈഫിലേക്ക്, ഇറ്റ് വാസ് അവർ പേഴ്സണൽ സർക്കിൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പബ്ലിക്കലി ഇട്ടുകൊണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട വെച്ചാൽ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഇപ്പൊ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, എന്നെ അതാക്കും പറഞ്ഞു, ഇതാക്കും പറഞ്ഞു. അപ്പം മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ബട്ട് കോൺടെസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ഇറ്റ്സ് യു. ഓക്കെ, ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് എന്താ പറയാ ആളുകൾ എന്തോ പറയട്ടെ അങ്ങനെ ഒഴിവാക്കി വിടാം. അങ്ങനല്ല, ആളുകളാണ്. സി, ഓഡിയൻസിന്റെ സപ്പോർട്ട് എന്റെ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് എന്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ വിത്തൗട്ട് ഓഡിയൻസ് ഐ എം നത്തിങ്. ഓക്കെ, അവരുടെ അഭിപ്രായങ്ങളിൽ ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യാത്തതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അറ്റ് സം പോയിന്റ് ഓക്കെ ഇതാണ് അവരുടെ അഭിപ്രായം അറിഞ്ഞ് അങ്ങനെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു എന്തിനാ അങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് ഇപ്പോഴും ഐ എം നോട്ട് ഗെറ്റിംഗ് ദ പോയിന്റ് വൈ യു കമന്റഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, കാരണം ഇറ്റ് വാസ് സംതിങ് ഹാപ്പൻ ഇൻ അവർ സർക്കിൾ. അവരുടെ സർക്കിളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് എന്തിനാണ് ദിയ ആവശ്യമില്ലാത്ത സ്റ്റോറി ഇട്ട് വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് എന്നാണ് നോറ ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ദിയാകൃഷ്ണ ഈ അടുത്ത് റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രവർത്തികളിനകത്തോട്ട് ഒരിക്കലും ബേസിക്കലി യോജിക്കാൻ പറ്റത്തില്ല. അത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യം വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തുവിനെതിരെ അന്ന് അങ്ങനെ കാണിച്ച ഒരു പരിപാടി, അത് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുവാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിയും പറയും ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഒരു പണിയുമില്ല, അമ്മര് വേലയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ ഓരോ നടക്കുന്നതാണ്, ചുമ്മാ കുറെ പട്ടികൾ കിടന്ന് കുറയ്ക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ പറയും ചെയ്യും. എന്തായാലും ബാക്കിയോടെ കാണാം. ഇപ്പൊ നിങ്ങൾക്കും ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്തൊക്കെ വീഡിയോസ് ഇടാറുണ്ട്, അതിനൊക്കെ ഞങ്ങൾ വന്ന് ജഡ്ജ് ചെയ്യണോ? നോ, റൈറ്റ്? ഈവൻ ഐ ഹാവ് സീൻ നിങ്ങൾ ഭയങ്കര ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തോ ബിസിനസ് ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ നെവർ റിയാക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളും ചെയ്യുന്ന കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ പല സ്നേഹം പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ? നോ, റൈറ്റ്? അപ്പം എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും പുറത്തിടും, അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഡാൻസ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കോണ്ടന്റ് കൈൻഡ് ഓഫ് രീതിയിലും ഇടും. അപ്പം എല്ലാ കാര്യങ്ങളും കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല. ബിക്കോസ് ആദ്യം റിയാക്ട് ചെയ്തു നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇന്നലെ ലാസ്റ്റ് ഇട്ട ഓക്കെ സംഭവം ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് നോറ പറഞ്ഞൊരു കാര്യം കേട്ടോ, നിങ്ങൾ കുറെ ഫ്രോഡ് പരിപാടിയൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. കാര്യം പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രോഡ് പരിപാടി എന്നൊന്നും നമ്മൾ പറയരുത്. കാര്യം അത്രയും വലിയ കുടുംബത്തിലുള്ള ആൾക്കാരെയൊക്കെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക്
പിന്നെ നാളെ നമുക്കൊക്കെ എതിരെ കേസുകൾ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, കാര്യം എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാര്യം ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെ അത് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. അതിനായിരുന്നു ദിയ കൃഷ്ണ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ഈ പറയുന്ന അനന്തുവിനെതിരെ വീഡിയോ ഇറക്കുകയും അങ്ങനെയുള്ള കുറേ പരിപാടികളെല്ലാം കാണിച്ചത്. ഇനി ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറച്ച് ദിവസത്തിന് മുന്നേ ദിയ കൃഷ്ണയുടെ ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ അച്ഛനായ കൃഷ്ണകുമാർ പറയുന്ന കുറച്ച് കാര്യമാണ്. കൊടുങ്കാറ്റിനകത്തൂടി കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവുന്നത്, അതിനകത്തൂടി തന്നെ കടന്നു പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാറ്റുകളൊന്നും ഏൽക്കുന്നില്ല. അതുകൊണ്ട് ഈ നടന്നതെല്ലാം നമ്മൾ നല്ലതിനാന്ന് ചോദിക്കുക. ഒരിക്കലും ഒരാളോട് നമ്മുടെ മനസ്സിനകത്തൊരു ദേഷ്യവും വൈരാഗ്യം വയ്ക്കരുത്. നമ്മുടെ ഗ്രോത്തിനെ പറ്റി ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പം. അതുകൊണ്ട് ഈ ആനകളെ നോക്കുക. ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മളെ സ്വയം വിചാരിക്കുക. ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും. അപ്പൊ കണ്ടാൽ മതി സൈഡിൽ ഇങ്ങനെ പട്ടികൾ കുരയ്ക്കും. ആന ശ്രദ്ധിക്കില്ല. ആ പട്ടികൾ കുറച്ചൊക്കെ പാഞ്ഞു വരും. ആന ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. അടുത്ത പോസ്റ്റ് വരെ പട്ടി കുരയ്ക്കും. ഇത് കഴിഞ്ഞൊരു അടുത്ത പട്ടി തുടങ്ങും. ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുരച്ചു വരും. അപ്പൊ നമ്മളെന്താ ചോദിച്ചാൽ ആനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആന അതിനെ ഗമിക്കത്തേയില്ല. ആനയുടെ ഉന്നം എന്താണ്? ഉത്സവത്തിനെത്തുക, ഉത്സവം മേളമാക്കുക, ഭംഗിയാക്കുക. അഥവാ ആന കൂടി പട്ടിയായിട്ട് അടിപിടി കൂടിക്കഴിഞ്ഞാൽ ഉത്സവം നടക്കില്ല. ചോദിക്കുന്നത് പറഞ്ഞു അതറിയില്ലേ ആനയും പട്ടിയുടെ അടിയുണ്ടായി, അതുകൊണ്ടാണ് പട്ടി ആനയെ കടിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റോഡിൽ നിൽക്കുന്നവർക്ക് എന്റർടൈൻമെന്റ് അത് നമുക്കൊരു കാഴ്ചയായി. അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ ആരും നമ്മൾ മോശമാക്കി സംസാരിക്കുന്ന ഒന്നും കേട്ടല്ലോ. അതായത് നമ്മളെല്ലാവരും പട്ടികൾ, ഈ കുടുംബത്തിലുള്ള ഇവരെല്ലാവരും ആനകൾ അല്ലേ. ആന എഴുന്നള്ളത്തിന് ഇവർ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ കുറെ പട്ടികൾ കിടന്ന് കുരയ്ക്കും. അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ആ പട്ടികളുമായിട്ട് നമ്മൾ തല്ലുകൂടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഉത്സവത്തിൽ എത്താൻ പറ്റത്തില്ല. പറഞ്ഞത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങളവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എതിർക്കുന്നത്. കാര്യം ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ അമ്മ വന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എന്താണ്ട് ദിയയുടെ അച്ഛൻ വന്ന് പറയുന്ന ഡയലോഗാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന മഹാനടൻ പൊളിറ്റീഷ്യൻ വന്ന് പറയുന്ന ഡയലോഗാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുക. ആ കാര്യം പുള്ളി പറയുന്ന ഒരു ഉദാഹരണമാണ്. അതായത് ഒരു എന്താ പറയണേ, നല്ലൊരു ഉപമയാണ് ഈ പുള്ളി സംസാരിച്ചത്. എന്തായാലും ഞാൻ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള മറുപടി തരുന്നില്ല. കാര്യം നിങ്ങളുടെയൊക്കെ ക്വാളിറ്റി ഇതിനകത്തുനിന്നുണ്ട്. ഈ വലിയ സംഭവമാണ്. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. പിന്നെ പണ്ടത്തെ മാടമ്പിത്തരം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള സംഭവം ആൾക്കാരെ ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പണ്ട് ആൾക്കാർ ഓംപ്ര എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും പുറത്ത് ചാടിയിട്ടില്ല. നിങ്ങളിപ്പോഴും അവിടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലിറ്ററലി പുച്ഛമാണ് എല്ലാ ആൾക്കാരോടെയും. അങ്ങനെയുള്ള പുച്ഛിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ആരോടെയും ദേഷ്യവും വൈരാഗ്യവും നമ്മൾ വെക്കരുതെന്ന്. ഈ പറയുന്ന ദിയ കൃഷ്ണ ഒട്ടും വൈരാഗ്യം കൂടെ കൊണ്ട് നടക്കാത്ത ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുച്ഛിക്കുന്ന വർത്തമാനം ഉണ്ടല്ലോ, ഇത് നിങ്ങളത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ദോഷം വരുന്നത്. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണമെന്ന് തോന്നി. കാര്യം കൂടുതലായിട്ട് നിങ്ങളിതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഞാൻ വിചാരിച്ച ആ ഫാമിലിയിലെ മേ ബി ഒരാൾ മാത്രമായിരിക്കും ഇങ്ങനെയെന്ന്. പക്ഷേ ആ ഫാമിലിയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും ഇതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാത്തിനൂടെയും പുച്ഛവും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളൊക്കെ വെറും പട്ടികൾ, അവരൊക്കെ ഭയങ്കര ആനകൾ എഴുന്നള്ളത്തിന് പോകുന്നു. കോമഡി തന്നെ കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ, ഈ ഒരു സംഭവം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ എന്തോ ബൈ ചാൻസ് ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയതാണ്. എന്തായാലും തമ്പുരാൻ നീളാൽ വാഴട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.